ഇടപ്പള്ളിയിലെ എൻ രാമചന്ദ്രൻ്റെ വസതിക്ക് മുൻപിലാണ് ഇപ്പോഴും ആൻമരിയ ഉള്ളത്. ആൻമരിയ, അവിടേക്ക് കൂടുതൽ നാട്ടുകാർ ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇനി നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങൾ അവർ ഇപ്പോൾ നൽകുന്നുണ്ടോ ആൻമരിയ? ഉന്മേഷ്, വിവരമറിഞ്ഞുകൊണ്ട് ഈ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് ഈ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പലരെയും വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവർ ഈ ബന്ധുക്കളടക്കമുള്ളവർ വിളിച്ച് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള രാമചന്ദ്രന്റെ മകളോടുമാണെങ്കിൽ പോലും വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ചു പേർക്ക് മാത്രമാണ് കഴിയുന്നത്. ചേട്ടാ, ഈ ആരെയെങ്കിലും ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അല്ല, അവരുടെ വേറൊരു ബന്ധുവായിട്ടാണ് സംസാരിച്ചത്. മകൻ നാളെ അങ്ങോട്ട് പോകണമെന്നാണ് അറിഞ്ഞത്. ഇവര് ശ്രീനഗറിലേക്ക് പോന്നോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. സംഭവ സ്ഥലത്ത് നിന്ന് ശ്രീനഗറിലേക്ക് പോന്നോണ്ടിരിക്കുകയാണ് ഭാര്യയും മക്കളും. മകൻ നാളെ ശ്രീനഗറിലേക്ക് പോകുന്നു, ബാംഗ്ലൂരിൽ നിന്ന്. ഈ രാമചന്ദ്രന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ? അതൊന്നും അറിയില്ല. ഒന്നും കിട്ടിയില്ല മേഡം, ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് പോകുന്നവർ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നു എന്നാണ് കേട്ടത്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഉടനെ ബോഡി മറ്റേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമായിരിക്കും. നമ്മുടെ കേരള ഗവൺമെന്റും മറ്റേ MP-മാരും എല്ലാവരും അവിടെ ഉണ്ടല്ലോ. അത് ചെയ്യുമായിരിക്കും. അത് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇതാണ് ഇപ്പൊ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമാണ്. കൃത്യമായിട്ട് അവരെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ വിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ഈ മകൻ, രാമചന്ദ്രന്റെ മകൻ ഈ ശ്രീനഗറിലേക്ക് തിരിക്കുന്നുണ്ട്.